ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ശിവമാഹാത്മ്യത്തെ പറ്റി, അതായത് ശിവപുരാണത്തിലെ ഒരു കഥയാണ്. അദ്ദേഹത്തിൻ്റെ ശിവഭഗവാന്റെ ആ മാഹാത്മ്യത്തെപ്പറ്റി പറയാനും അതുപോലെ തന്നെ ഈ രീതിയിൽ നമ്മൾ ഭഗവാന്റെ കഥകൾ കേൾക്കുകയും അതുപോലെ ഈ മന്ത്രം ജപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മരണത്തിൽ പോലും അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ഒന്നിനെയും ഭയക്കാതെ നമുക്ക് ഭഗവാന്റെ കടാക്ഷം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഒന്നിനെയും ഭയക്കാതെ തന്നെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനും ഭഗവാന്റെ ഒരു സപ്പോർട്ട് കരുതൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്നതുമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു അനുഭവ കഥ, അത് നമ്മുടെ ശിവപുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കഥയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മൃഗദത്തൻ എന്ന ഒരു മഹർഷി പണ്ട് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്നു മരുതവതി. ഇവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഇവർക്ക് കുറേ കാലം അവർ സന്തോഷപൂർവ്വം ജീവിച്ചെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് സന്താനം ഇല്ലാത്തതിൻ്റെ ഒരു ദുഃഖം അവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ശിവഭഗവാനെ തപസ് ചെയ്തു. അങ്ങനെ ഭഗവാനെ തപസ് ചെയ്ത് അപ്പോൾ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും അവർക്ക് എന്ത് വരം വേണമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരാവശ്യപ്പെട്ടത് അവർക്ക് ഒരു പുത്രനെ വേണമെന്നായിരുന്നു. അപ്പോൾ ഭഗവാൻ പറയും, നിങ്ങൾക്ക് 15 വയസ്സ് മാത്രം, അതായത് അത്രയും നാളെ ആ കുട്ടി ജീവിച്ചിരിക്കുള്ളൂ, അത്രയും പ്രായമുള്ള എല്ലാ നന്മകളും നിറഞ്ഞ ഒരു പുത്രനെ വേണോ അതോ ദുസ്വഭാവിയായ ദീർഘായുസ്സുള്ള ഒരു പുത്രനെ വേണോ എന്ന് ചോദിക്കും. അപ്പോഴിവർ പറയും അവർക്ക് 15 വയസ്സ് മാത്രം പ്രായമുണ്ടെങ്കിലും അവർക്ക് സൽസ്വഭാവിയായ ഒരു പുത്രൻ മതി. അത്രയും നാളും ആ പുത്രൻ ജീവിച്ചോളെങ്കിലും അത് സൽസ്വഭാവിയായിരിക്കണം, നല്ല ശുദ്ധനും നല്ല സ്വഭാവവും ഉള്ള ഒരു കുഞ്ഞായിരിക്കണമെന്ന് മാത്രമാണ് അവർ ആഗ്രഹിച്ചത്. അങ്ങനെ അത് പ്രകാരം ഭഗവാൻ ആ വരവും കൊടുത്തു അവർക്ക്. അങ്ങനെ അവർക്ക് പുത്രലബ്ധിയും ഉണ്ടായി. അങ്ങനെ അവർ ആ കുഞ്ഞിനെ വളരെയധികം സന്തോഷത്തോടെ ലാളിച്ച് വളർത്തുകയായിരുന്നു. അങ്ങനെ അവൻ വളർന്നു. അപ്പോൾ വളരുന്ന ഓരോ ഘട്ടത്തിലും അച്ഛനമ്മമാർക്ക് വളരെയധികം ദുഃഖം ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്ന കാര്യം, 15 വയസ്സ് വരെ തങ്ങളുടെ പുത്രൻ ജീവിച്ചിരിക്കൂ എന്ന് അവർക്ക് അറിയാമായിരുന്നു. അതായത് ആ പുത്രൻ്റെ പേരാണ് മാർക്കണ്ഡേയൻ എന്ന പേരും അവർ കുഞ്ഞിനിട്ടു. അപ്പോൾ ആ കുഞ്ഞങ്ങനെ വളർന്നു വന്നു. അപ്പോഴും വളരുന്ന ഓരോ ഘട്ടങ്ങളിലും അവർക്ക് ആ ഭയം ഇങ്ങനെ വർദ്ധിച്ചു വന്നു. ലാസ്റ്റ് അവരുടെ ഈ വിഷമം കണ്ടിട്ട് പുത്രൻ തന്നെ ചോദിക്കും, നിങ്ങൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഇത്രയും സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അച്ഛനമ്മമാരെപ്പോഴും നിരാശരായിട്ടാണല്ലോ ഇരിക്കുന്നത്. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റോ വീഴ്ചകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം പറയില്ല, നിന്നിൽ ഞങ്ങൾ വളരെ സംപ്രീതനാണ്, നിന്നെ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾ ഇതുപോലൊരു തപസ് ചെയ്ത് അങ്ങനെ ഭഗവാൻ പ്രസാദിച്ചുണ്ടായതാണ് നീ. അപ്പോൾ അങ്ങനെ ശിവഭഗവാൻ ഞങ്ങൾക്ക് തന്നതാണ് നിന്നെ. അപ്പോൾ ഞങ്ങളോട് ഇതുപോലെ 2 കുഞ്ഞുങ്ങളെ ഉണ്ട്, ഇതിലേത് വേണമെന്ന് ആവശ്യപ്പെടാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് 15 വയസ്സേ ഉള്ളെങ്കിലും സൽസന്താനത്തെ മതിയെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് നിന്നെ ഞങ്ങൾക്ക് ലഭിച്ചത് എന്ന് പറയും. അപ്പം ഇനിയിപ്പോൾ നിൻ്റെ 15 വയസ്സാകാറായി. അതുകൊണ്ട് അതായത് നിന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള വിഷമമാണ് ഞങ്ങളെ ഈ തീരാ ദുഃഖത്തിൽ എന്ന് നിന്നെ കാണുമ്പോൾ ഞങ്ങൾക്ക് ആ ദുഃഖം ഇങ്ങനെ മനസ്സിൽ വർദ്ധിച്ചു വരികയാണ് പുത്ര. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോഴും ഇങ്ങനെ ദുഃഖിതനായിട്ട് കാണുന്നതെന്ന് പറയും. അപ്പോൾ മാർക്കണ്ഡേയൻ പറയും, നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട, നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു ശിവഭക്തനാണ്. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാര്യം ശിവഭഗവാൻ മരണത്തെ പോലും എന്ത് സാഹചര്യത്തിലും എന്നെ രക്ഷിക്കും. ഞാൻ ഭഗവാനെ തപസ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ മാർക്കണ്ഡേയൻ തപസ് ആരംഭിച്ചാലും കൃത്യസമയമാകുമ്പോൾ ഈ യമൻ കിങ്കരന്മാർ ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വരും. പക്ഷേ കുഞ്ഞ് തപസ്സിൽ നിന്ന് ഒരു വ്യതിയാനവും വരുത്തത്തില്ല. ഓം നമഃശിവായ എന്ന മന്ത്രവും അതോടൊപ്പം തന്നെ മൃത്യുഞ്ജയ മന്ത്രമാണ് കുഞ്ഞ് ജപിച്ചുകൊണ്ടിരുന്നത്. മൃത്യുഞ്ജയ മന്ത്രത്തെ പറ്റി പറയാം. മൃത്യുഞ്ജയ മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നും പറയാവുന്നതാണ്. അതായത് ആ മന്ത്രമാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞ് ജപിച്ചുകൊണ്ടേയിരുന്നത്. അങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞിൻ്റെ ഈ
യമകിങ്കരന്മാർ വന്നെങ്കിലും യമകിങ്കരന്മാർക്ക് ഒന്നുമേ ചെയ്യാൻ സാധിച്ചില്ല. മൃത്യുഞ്ജയ മന്ത്രം ഇതാണ്: ഓം ത്രയംബകം യജാമഹീം സുഗന്ധീം പുഷ്ടിവർദ്ധനം ഉർവാരുവമിവ ബന്ധനാൽ മൃത്യോർമുക്ഷ്യമാം അമൃതാത്. ഇതാണ് മന്ത്രം. ഈ മന്ത്രമാണ് ആ മൃത്യുഞ്ജയ മന്ത്രം. മൃത്യുവിനെയും ജയിക്കാൻ പറ്റുന്ന ആ മന്ത്രമാണ് ജപിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ യമകിങ്കരന്മാർക്ക് സ്പർശിക്കാൻ പോലും പറ്റിയില്ല. പകരം ഭഗവാൻ അവിടെ എത്രയും പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും കുഞ്ഞിന് സംരക്ഷണം കൊടുക്കുകയും ചെയ്തു. യമകിങ്കരന്മാർ ഭയന്ന് ഓടുകയായിരുന്നു. അതായത് അങ്ങനെ കുറേ ചിരഞ്ജീവിയായിട്ട് തന്നെ മാർക്കണ്ഡേയന് ജീവിക്കാനുള്ള ഭാഗ്യമാണ് ഭഗവാൻ കൊടുത്തത്. അങ്ങനെ മാർക്കണ്ഡേയൻ ഒരു വലിയ ശിവഭക്തനായിട്ട് അങ്ങ് മാറുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ശിവഭക്തിയിലൂടെ നമുക്ക് മരണത്തെ പോലും, അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവർക്ക് വരുന്ന എന്തെങ്കിലും കഷ്ടകാലങ്ങളുണ്ട്, അതൊക്കെ മാറിപ്പാൻ കുഞ്ഞുങ്ങളെയും കൊണ്ടും നമ്മൾ ഈ മന്ത്രം ജപിപ്പിക്കണം ഉറപ്പായിട്ടും. അതുപോലെ മുതിർന്നവർക്കായാലും എന്തെങ്കിലും ദോഷസമയമോ ദശാസന്ധി ദോഷമോ ശനിദോഷമോ അങ്ങനെയൊക്കെയുള്ള രാഹുർ ദോഷമോ അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ നമുക്ക് മരണഭയമോ അങ്ങനെയൊക്കെയുള്ള ഭയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ഈ ഒരു മന്ത്രം ജപിച്ചാൽ മതിയാകും. അപ്പോൾ ഈ ഒരു മൃത്യുഞ്ജയ മന്ത്രത്തിലൂടെ മാർക്കണ്ഡേയന് ദീർഘായുസ് കിട്ടുകയായിരുന്നു, ഭഗവാൻ കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മളിലും എല്ലാവരിലും ഭഗവാനെ ആശ്രയിച്ചാൽ, നമ്മൾ ആര് തന്നെയായാലും ഭഗവാനെ അകമഴിഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശിവഭഗവാൻ നമ്മളെ കൈവിടുകയില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും എല്ലാവരും എന്നും ഈ മന്ത്രം രാത്രിയിൽ ജപിച്ചിട്ട് കിടക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ.